വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹം കണ്ടെത്തി. കരാർ കമ്പനി ജീവനക്കാരായ ഹിമാചൽ പ്രദേശ് സ്വദേശി രാഹുൽ ശർമ്മ, ബീഹാർ സ്വദേശി മുഹമ്മദ് ഇമ്രാൻ, ഉത്തർപ്രദേശ് സ്വദേശിയായ അസറുദ്ദീൻ അൻസാരി എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. അവശേഷിക്കുന്ന 2 പേരെ കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരും. ദുരന്തബാധിത പ്രദേശം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്ന് സന്ദർശിച്ചു. മുൻ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ തിരച്ചിലിന് കാലാവസ്ഥ അനുകൂലമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ സമയം വരെയും കാണാൻ സാധിച്ചിട്ടുള്ളത്. വലിയ രീതിയിൽ കോടമഞ്ഞോ അല്ലെങ്കിൽ കനത്ത മഴയൊന്നും തന്നെ പ്രദേശത്തെ ആ തരത്തിൽ ബാധിച്ചില്ല. അതുകൊണ്ട് തന്നെ സുഗമമായി തന്നെ തിരച്ചിൽ ദൗത്യം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. പുഴയുടെ കരകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രധാനമായും തിരച്ചിൽ നടന്നുകൊണ്ടിരുന്നത്. മാത്രമല്ല 4 സോണുകളായി തിരിച്ചിരുന്നു. അതിൽ ഒന്നാമത്തെ സോണിൽ നിന്ന് JCB ഓപ്പറേറ്ററായ ഇമ്രാന്റെ മൃതദേഹം കണ്ടെത്തി. അതിന് തൊട്ടു പിന്നാലെ തന്നെ മറ്റ് മേഖലകളിലേക്ക് പുഴക്കരയിലോട് ചേർന്നുള്ള മേഖലകളിൽ ലോറിയുടെ ക്യാബിനടക്കം മാറ്റിക്കൊണ്ട് നടത്തിയ പരിശോധനയിലാണ് രാഹുലിന്റെയും അതോടൊപ്പം തന്നെ അസറുദ്ദീന്റെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ 2 പേരുടെ രാകേഷിന്റെയും അതോടൊപ്പം തന്നെ വിക്രമിന്റെയും കൂടി മൃതദേഹങ്ങളാണ് കണ്ടെത്താനുള്ളത്. ഇന്നിവിടെ നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എംബാമിംഗ് പൂർത്തിയാക്കിയ ശേഷം അവരുടെ സ്വദേശങ്ങളിലേക്ക് അയക്കും. അതിൽ രാഹുലിന്റെ കുടുംബം ഇതിനോടകം തന്നെ ഇവിടെ എത്തിയിരുന്നു. രാഹുലിന്റെ വിവാഹം കഴിഞ്ഞ് കേവലം 4 മാസം കഴിഞ്ഞതേയുള്ളൂ. ഭാര്യ ഇവിടെ തൊട്ടപ്പുറത്ത് ഉള്ള മേഖലയിൽ തന്നെ വാടക വീടെടുത്ത് താമസിക്കുകയായിരുന്നു. അവരെല്ലാവരും തന്നെ ഇപ്പോൾ സ്വദേശത്തേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കൃത്യമായ രീതിയിൽ തന്നെ ആ ഒരു തെരച്ചിൽ ദൗത്യം നടന്നതിൻ്റെ ബലം ഇവിടെ നിന്ന് ലഭിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഇവിടെ എത്തിയിരുന്നു. മന്ത്രിമാരായ AP അനിൽകുമാറും T സിദ്ദിഖും ഇവിടെ ക്യാമ്പ് ചെയ്ത് തെരച്ചിൽ ദൗത്യത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത് തന്നെ മുന്നോട്ടേക്ക് പോവുകയാണ്. നിലവിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗതാഗതവുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളുമില്ല. മീനാക്ഷി പാലത്തിലൂടെ ചൂരൽമലയിലേക്ക് അത്യാവശ്യ സർവീസ് നടത്തേണ്ട ആളുകൾക്കൊക്കെ തന്നെ കടന്നു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കൊങ്കണുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വരും മണിക്കൂറുകളിൽ ഇവിടെ എത്താനുണ്ട്. അവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അവർക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന ഫീഡ്ബാക്ക് അടക്കമുള്ള കാര്യങ്ങൾ ഈ അപകടവുമായി ബന്ധപ്പെട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായി മാറിയേക്കും. ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, വയനാട്.